നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പ്രിയൻ ഇപ്പൊ ഗോഡൌണിൽ ഉണ്ടാവും. പക്ഷെ പാർവതി അവിടെ തന്നെ ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. സാറ് വണ്ടി എടുക്കൂ, നമുക്ക് ഇപ്പൊ തന്നെ കമ്പനിയിലേക്ക് പോവാം. പ്രിയൻ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ, പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്? അമ്മ വീട്ടിലേക്ക് പൊക്കോളൂ. ഞങ്ങൾ കമ്പനി ചെന്ന് പ്രിയനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. വീട്ടിൽ പോയാ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല സാറേ. എന്റെ മോനെ കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടൂ. ഒരുപക്ഷെ ജോലി തീർത്ത് പ്രിയനപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അമ്മ വീട്ടിലേക്ക് ചെല്ല്. ഇപ്പൊ പകുതി സമാധാനായില്ലേ? ട്യൂഷൻ കഴിഞ്ഞ് നിങ്ങളുടെ മോൾ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ലേ? അമ്മ അവിടെ കണ്ടില്ലെങ്കിൽ അവള് പേടിക്കൂലേ? നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. അമ്മ മാത്രമല്ല, മാഡം പൊക്കോളൂ. കമ്പനി ചെന്നിട്ട് ഞങ്ങൾ മാഡത്തെ വിളിക്കാം. ഇല്ല, പാറു എവിടെ ഉണ്ടെന്ന് അറിയാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവില്ല. അമ്മയെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ കമ്പനി പോയി നോക്കാം. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പ്രിയൻ കമ്പനി തന്നെ ഉണ്ടാവും. വാ. ശരി. നല്ല ചൂടുണ്ടല്ലേ? കുറച്ചു സമയം മുമ്പ് വരെ എന്തൊരു കാറ്റായിരുന്നു. വാതിലൊക്കെ പടപടാന്നടിക്കായിരുന്നില്ലേ? ആ കാറ്റൊക്കെ ഇപ്പൊ എവിടെ പോയി? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയൻ ചേട്ടാ. നേരത്തെ വാതില് പടപട അടിച്ചത് കാറ്റല്ല. കാറ്റല്ലാതെ പിന്നെ? ഞാൻ പറഞ്ഞ സത്യ പാറു. ഇപ്പം മാത്രമല്ല, ആ സമയത്തും കാറ്റുണ്ടായിരുന്നില്ല. പ്രിയൻ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? കാറ്റില്ലാതെ പിന്നെ വാതിലടയോ? അടഞ്ഞതല്ല, അടച്ചതാ. അടച്ചതോ? ആര്? അനുരാധ. അനുരാധയോ? അതാരാ? അനുരാധ എന്ന പേരുള്ള ആരെയും ഞാനിതുവരെ കമ്പനി കണ്ടിട്ടില്ലല്ലോ. ഉണ്ട്, അനുരാധ എന്ന പേരുള്ള ഒരാള് ഈ കമ്പനിയിലുണ്ട്. പക്ഷെ ആർക്കും അവളെ കാണാൻ പറ്റില്ല. അതെന്താ? പ്രേതത്തിന് ആർക്കെങ്കിലും കാണാൻ കഴിയൂ? പ്രേതോ? ഈ കമ്പനിയിൽ പ്രേതമുണ്ട്. ഈ ഗോഡൌണില അവളുടെ താമസം. വെറുതെ കള്ളം പറയല്ലേ പ്രിയൻ ചേട്ടാ? ഞാൻ കള്ളം പറഞ്ഞല്ല പാറു. കരുനാഗം വരുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു പ്രൊഡക്ഷൻ ചീഫ് ഉണ്ടായിരുന്നു. കരുനാഗമാണെങ്കിൽ അയാൾ ഒരു രാജവെമ്പാലയായിരുന്നു. അയാൾ ഈ കമ്പനിയിലുണ്ടെങ്കിൽ എല്ലാവരും കിടുകിടാന്ന് വിറയ്ക്കുമായിരുന്നു. അനുരാധ ഇവിടെ ടൈലറായിട്ട് വന്നതാ. അതിസുന്ദരിയായിരുന്നു അവള്. അയാൾ അവളെ മോശമായ രീതിയിൽ സമീപിച്ചു. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പലതവണ അയാൾ അവളെ സമീപിച്ചു. അപ്പോഴെല്ലാം അവൾ അയാളോട് ദേഷ്യപ്പെടുകയായിരുന്നു. ഒരു ദിവസം കാലത്ത് എല്ലാവരും ജോലിക്ക് വരുമ്പോ ഇതിനകത്ത് തൂങ്ങിയാടുന്ന അനുരാധയാണ് കണ്ടത്. പാറു ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് അവളെ കെട്ടഴിച്ച് കിടത്തി. അയാൾ അവളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാ എല്ലാവരും പറയുന്നത്. അതിനുശേഷം അനുരാധ പ്രേതമായിട്ട് മാറി. സന്ധ്യ കഴിഞ്ഞ് ഗോഡൌണിൽ സ്ത്രീകൾ ആരും കയറാൻ പാടില്ല. കയറുന്നത് അനുരാധയ്ക്ക് ഇഷ്ടമല്ല. ഇതിനകത്ത് കയറുന്ന സ്ത്രീകളെ അവൾ പൂട്ടിയിടും. സന്ധ്യ കഴിഞ്ഞിട്ടും പാറു തിരിച്ചു പോകാത്തതുകൊണ്ടാ പ്രേതം വന്ന് വാതിലടച്ചത്. സത്യമാണോ പ്രിയൻ ചേട്ടാ? സത്യമാണ് പാറു. നിന്നോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? നീ ഗോഡൌണിലുള്ളതാ പ്രശ്നം. ഞാൻ മാത്രമായിരുന്നെങ്കിൽ നേരത്തെ ജോലി തീർത്ത് നമ്മളിപ്പോ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു.